ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം. ഇതിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് അസ്യൂമിങ് ദാറ്റ് ദേ മെയിൻറ്റെയിൻ ദ അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനെ കുറിച്ച് ഒന്നുകൂടിയും പറയാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഇനി ഈ 2 അക്കൗണ്ടിലും എൻ്റർ ചെയ്യേണ്ടത് ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എൻ്റർ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും എൻ്റർ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ആയിരിക്കും. അതേസമയം 2 സിറ്റുവേഷനിൽ ചേഞ്ചസ് വരാം. അതേത് സിറ്റുവേഷനിലാണ്? ഒന്ന് കോൺട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ, സെക്കൻഡ് വൺ പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. നമുക്കിവിടെ 2 അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, അതിൻ്റെ താഴെ കറൻറ്റ് അക്കൗണ്ട് വരയ്ക്കാം. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് ആകുമ്പോൾ ഇതിൽ ഒരു ഐറ്റം വരുന്നുള്ളൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ അക്കൗണ്ട് വരച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്കിവിടെ ഓരോ ഐറ്റം എൻ്റർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എൻ്റർ ചെയ്താൽ മതി. ജോസഫ് ആൻഡ് ഷാഹിദ് സ്റ്റാർട്ടഡ് ബിസിനസ് ഇൻ പാർട്ട്ണർഷിപ്പ് ഓൺ 1st January 2006 വിത്ത് ക്യാപിറ്റൽസ് ₹2 lakh ആൻഡ് ₹1 lakh റെസ്പെക്റ്റീവ്ലി. ഇതേതാണ്? ജോസഫിൻ്റെയും ഷാഹിദിൻ്റെയും ക്യാപിറ്റലാണ്. നമുക്കറിയാം ക്യാപിറ്റൽ എങ്ങനെ എഴുതാം? ബാലൻസ് ബ്രോഡ് ഡൗൺ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നല്ല എഴുതേണ്ടത്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജോസഫ് ആൻഡ് ഷാഹിദ് സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1st January 2006. ഈ ഡേറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ജോസഫ്സ് ക്യാപിറ്റൽ ടു ഷാഹിദ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്? ബൈ ക്യാഷ്. അപ്പോൾ ഇവിടെ ക്യാഷ് ജോസഫിൻ്റെ കോളത്തിൽ 2 lakh, ഷാഹിദിൻ്റെ കോളത്തിൽ 1 lakh. അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ജോസഫ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹12,000 പെർ ആനം. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് ജോസഫിന് സാലറി അലൗ ചെയ്തിട്ടുണ്ട്. എത്രയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്? 12,000 പെർ ആനം. അതായത് ഒരു വർഷത്തേക്കുള്ള സാലറിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഒഴികെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതേണ്ടത് എവിടെയായിരിക്കണം? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ജോസഫ് സാലറി. ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് സാലറി എന്ന് എഴുതി, ജോസഫിൻ്റെ കോളത്തിൽ 12,000 എന്ന് എഴുതി. നെക്സ്റ്റ് വൺ, ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ 2 പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതുമ്പോഴായിരിക്കണം? സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാപിറ്റലുകളായിരിക്കണം. ഇവിടെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ക്യാപിറ്റൽ എത്രയാണ്? 2 lakh, 1 lakh. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയ്ക്ക് വരും? ജോസഫിന് 2 lakh ഇൻറ്റു 10/100 20,000. ഷാഹിദിന് 1 lakh ഇൻറ്റു 10/100 10,000. അപ്പോൾ നമുക്കിതെവിടെ എൻ്റർ ചെയ്യാം? കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജോസഫിൻ്റെ കോളത്തിൽ 20,000, ഷാഹിദിൻ്റെ കോളത്തിൽ 10,000. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് ദ ഇയർ ജോസഫ് വിഡ്രൂ ₹15,000 ആൻഡ് ഷാഹിദ് വിഡ്രൂ ₹12,000 റെസ്പെക്റ്റീവ്ലി. 2 പേരെയും ഡ്രോയിങ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പെർമനൻറ്റ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്ക് സാധാരണ സെൻറ്റൻസ് തരാം, വിഡ്രൂ ഫ്രം ക്യാപിറ്റൽ അല്ലെങ്കിൽ വിഡ്രൂ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നാണ് തരാം. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ജസ്റ്റ് വിഡ്രൂ ചെയ്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തരുമ്പോൾ അതിനെ ഡ്രോയിങ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് എഴുതേണ്ടത് എവിടെയായിരിക്കണം? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കണം. പെർമനൻറ്റ് വിഡ്രോവൽ ആണെങ്കിൽ എവിടെ എഴുതേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 15,000, 12,000. During the year 2006, the firm earned a net profit of ₹30,000 after all adjustments. അതായത് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ കാരണം അത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 30,000.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. റേഷ്യോ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ടോ നോക്കി നോക്കാം. ഇവിടെ ലാസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ദ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓൺ ദ റേഷ്യോ 2:1. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 30,000 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2:1 എന്ന് പറയുമ്പോൾ ജോസഫിൻ്റെ ഷെയർ എത്രയാണ്, 2/3. ഷാഹിദിൻ്റെ ഷെയർ 1/3. അപ്പോൾ ഇവിടെ ജോസഫിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്, 20,000. ഷാഹിദിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, പെർമനൻറ്റ് വിഡ്രോയിലോ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ചെയ്യുമ്പോൾ ഫിക്സഡ് ആയിരിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 2 lakh. ക്ലോസിംഗ് ക്യാപിറ്റൽ 2 lakh. ഇനി പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ആദ്യ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 52,000 ആണ്. അതിൽ നിന്നും ഡ്രോയിങ്സ് 15,000 ലെസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 37,000. അപ്പോൾ ജോസഫ്സ് കറൻറ്റ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് എത്രയാണ്, 37,000. ഇനി ഇതുപോലെ തന്നെ ഷാഹിദിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക 20,000, ഡെബിറ്റ് സൈഡിൽ 12,000 ലെസ് ചെയ്യുക, ബാലൻസ് എത്ര കിട്ടി, 8,000. അപ്പോൾ ഷാഹിദ് കറൻറ്റ് അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 8,000. ക്വസ്റ്റ്യൻ നമ്പർ 4 NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 104 എക്സസൈസ് 1. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ പാർട്ട്നേഴ്സ് അക്കൗണ്ട്സ് വെൻ ക്യാപിറ്റൽസ് ആർ ഫിക്സഡ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഇനി ഇതിൽ ഓരോ ഐറ്റംസും എങ്ങനെയാണ് എൻ്റർ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഓരോ ഐറ്റം ജസ്റ്റ് ഒന്ന് വായിച്ച് എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറയാം. നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ടാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടത് ഏതാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം 2 സിറ്റുവേഷനിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ച് വരുന്ന അതിൻ്റെ ഏതാണ്, ഒന്ന് അഡീഷണൽ കോൺട്രിബ്യൂഷൻ അഡീഷണൽ ക്യാപിറ്റൽ, സെക്കൻഡ് വൺ പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ഇനി ഇവിടെ ഈ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് നോക്കി നോക്കാം. ത്രിഫതി ആൻഡ് ചൗഹാൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണ്, 3:2. Their capitals were 60,000 and ₹40,000 on 1st January 2005. അപ്പോൾ ഇതേതാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എവിടെ എഴുതേണ്ടത്, നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ അത് ഏത് അക്കൗണ്ടിലായിരിക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കണം എഴുതേണ്ടത്. എങ്ങനെയാണ്, ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്താ പറയാൻ കാരണം, ഇവിടെ സ്റ്റാർട്ടഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഓൾറെഡി നിലവിലുള്ള ബിസിനസ്സാണ്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ 60,000, 40,000. ഡ്യൂറിങ് ദ ഇയർ ദ ഏൺ എ പ്രോഫിറ്റ് ₹30,000. അവർക്ക് ആ വർഷം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 30,000 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിലാണ്, 3:2 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എൻ്റർ ചെയ്യേണ്ടത് എവിടെയായിരിക്കണം, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ത്രിഫദിൻ്റെ കോളത്തിൽ 30,000 × 3/5, ചൗഹാൻ്റെ കോളത്തിൽ 30,000 × 2/5. According to the partnership deed, both the partners are entitled to ₹1,000 per month as salary. ഇപ്പോൾ ഇവിടെ 2 പാർട്ട്നേഴ്സിനും സാലറി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 1,000 per month എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കറൻറ്റ് അക്കൗണ്ടിൽ എൻറ്റർ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് സാലറി എന്ന് പറഞ്ഞ് എഴുതേണ്ടത് എത്രയായിരിക്കണം, 1,000 × 12,000. അപ്പോൾ 1 വർഷത്തേക്കുള്ള സാലറി ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ത്രിഫദിൻ്റെ കോളത്തിൽ 12,000, ചൗഹാൻ്റെ കോളത്തിൽ 12,000. ആൻഡ് 5% ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ. 2 പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് നമ്മളായിരിക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളായിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചൗഹാൻ ത്രിഫദിരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായിരിക്കും, 60,000 × 5/100. ചൗഹാൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000 × 5/100. They are also to be charged an interest of 5% on their drawings. ഇതേതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്, അതായത് ഇറസ്പെക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അവർ വിഡ്രോ ചെയ്യണമെന്ന് നോക്കണില്ല. അവരെത്ര വിഡ്രോ ചെയ്തോ
അതിൻ്റെ 5% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്തിരിക്കും. വിച്ച് ഈസ് ₹12,000 ഫോർ ത്രിപതി ആൻഡ് 8,000 ഫോർ ചൗഹാൻ. അപ്പോൾ ഇവിടെ ത്രിപതിയുടെ ഡ്രോയിങ്സ് എത്രയാണ്? 12,000. ചൗഹാൻ്റെ ഡ്രോയിങ്സ് 8,000. അപ്പോൾ ഡ്രോയിങ്സ് എവിടെ എഴുതണം? കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എവിടെയാണ് എഴുതേണ്ടത്? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ത്രിപതിയുടെ എങ്ങനെയാണ്? 12,000 ഇൻറ്റു 5/100. ചൗഹാൻ്റെ 8,000 ഇൻറ്റു 5/100. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ആയിരിക്കും. അതിനുശേഷം കറൻറ്റ് അക്കൗണ്ടും ബാലൻസ് ചെയ്യാം.